السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله بنعمته تتم الصالحات. نحمده ونستعينه ونؤمن به ونتوكل عليه. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله أكبر الله أكبر الله أكبر. لا إله إلا الله والله أكبر. الله أكبر ولله الحمد. الله أكبر الله أكبر الله أكبر. لا إله إلا الله والله أكبر. الله أكبر ولله الحمد. الله أكبر كبيرا والحمد لله كثيرا. سبحان الله وبحمده بكرة وأصيلا. لا إله إلا الله والله أكبر. الله أكبر ولله الحمد. സഹോദരന്മാരെ, സഹോദരികളെ, കരുണാവാരിധിയായ പടച്ച തമ്പുരാന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഒരു ഈദുൽ അദ്ഹയിലേക്ക് കൂടി, ബലിപെരുന്നാളിലേക്ക് കൂടി നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഒരാഴ്ചകൂടി ലോക മുസ്ലിമീങ്ങളുടെ പ്രതിനിധികൾ ഒത്തുചേർന്ന് അതിന്റെ സമാപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തെ അനുസ്മരിച്ചുകൊണ്ട് അതിനെ പിൻപറ്റാനുള്ള പ്രതിജ്ഞയെടുത്തുകൊണ്ട് ആ ജീവിതത്തിൽ നിന്ന് മാതൃക ഉൾക്കൊള്ളാൻ ദൃഢപ്രതിജ്ഞ ചെയ്തു ഒരു ഏദിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതത്തെ ഒറ്റവാചകത്തിൽ പറയാമെങ്കിൽ പടച്ചതമ്പുരാൻ അത് പറഞ്ഞു വെച്ചത് ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. അതുതന്നെയാണ് ആ ജീവിതം. അദ്ദേഹത്തോട് തന്റെ റബ്ബ് പറഞ്ഞ സന്ദർഭം, നീ ജീവിതത്തെ റബ്ബിന് സമർപ്പിക്കുക, മുസ്ലിമാവുക. അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിന് ഞാനിതാ ജീവിതം സമർപ്പിച്ചിരിക്കുന്നു, ഞാൻ മുസ്ലിമായിരിക്കുന്നു. മുസ്ലിമാകുന്നതിന്റെ മാതൃകായോഗ്യമായിട്ടുള്ള വ്യക്തിത്വമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ മാതൃക അനുധാവനം ചെയ്യാൻ വത്തബിഉ മില്ലത ഇബ്രാഹിമ ഹനീഫ, നിങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തിനെ പിൻപറ്റുക. അത് അല്ലാഹു മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ജീവിതമായിരുന്നു. അതിന് നാം സജ്ജരാവുകയാണ്. അതിന് നാം കൂടുതൽ സന്നദ്ധരാവുകയാണ്.
അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതം ത്യാഗസമ്പൂർണമായ ജീവിതമായിരുന്നു. ജീവിതം മുഴുവനും റബ്ബിന്റെ മാർഗത്തിലുള്ള ജിഹാദായിരുന്നു. ജീവിതം മുഴുവനും സമരമായിരുന്നു. ദേഹേച്ഛയോടുള്ള സമരം, സ്വന്തം താല്പര്യങ്ങളെക്കാൾ കൂടുതൽ റബ്ബിന്റെ താല്പര്യത്തിന് മുൻഗണന കൊടുക്കാനുള്ള സമരം. നാട്ടിൽ, കുടുംബത്തിൽ, പിതാവിനോട്, സുഖസൗകര്യങ്ങളോട്, എല്ലാറ്റിനോടുമുള്ള സമരം. അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ജീവിതം സമ്പൂർണമായി സമർപ്പിക്കുന്ന സമരം. ഒന്നിനെയും ഭയപ്പെടാത്ത സമരം. അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുന്ന സമരം. അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുന്നവർക്ക് അവർ ധീരരായിരിക്കും. അവർക്കൊന്നിനെയും ഭയപ്പെടാനില്ല. മാത്രമല്ല, അവരെ എല്ലാവരും ഭയപ്പെടും. അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുന്നവർ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതം അതായിരുന്നു. തീക്കുണ്ടാരത്തിന്റെ മുന്നിൽ ചരിത്രം നിങ്ങൾക്കറിയാം. അദ്ദേഹം പതറിയില്ല. അതിലേക്ക് നീട്ടി വലിച്ചെറിയുമ്പോ ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹു മതി. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും, ചെറുതും വലുതുമാകട്ടെ, നമ്മൾ ഓരോരുത്തരും പറയുക ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി. അത് ഉറച്ച ഈമാനായി തീരുക. ആ തീക്കുണ്ടാരത്തിൽ നിന്ന് എണീറ്റു വരുമ്പോ യഥാർത്ഥത്തിൽ ആ ജനതക്ക് വിശ്വാസികളായി തീരാൻ അത് മതിയായിരുന്നു. നമ്രൂദിന് മാറാൻ മതിയായ തെളിവുണ്ടായിരുന്നു. പക്ഷേ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒട്ടും അഹങ്കാരിയായില്ല. ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, ഞാൻ എന്റെ റബ്ബിലേക്ക് പോവുകയാണ്. ആ യാത്ര സുദീർഘമായ യാത്രയായിരുന്നു. ഏതിലൊക്കെ യാത്ര ചെയ്തു. ഹിജാസിലെത്തി ആ യാത്ര, ഇറാഖിൽ നിന്ന് വിട്ടുപോയി ആ യാത്ര, ഇറാനിനെ സ്പർശിച്ചു ആ യാത്ര, കന്നാനിലെത്തി ആ യാത്ര. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4000 കിലോമീറ്റർ ജീവിതത്തിൽ പ്രയാണം ചെയ്യുകയാണ്. എന്തിനാണ് ഈ പ്രയാണം? ലിതകൂന കലിമത്തുല്ലാഹിൽ ഉൽയ, അല്ലാഹുവിന്റെ കലിമത്ത് അത് ഏറ്റവും ഉയരങ്ങളിലാവണം. എന്റെയും നിങ്ങളുടെയും മനസ്സുകളിലെ അണയാത്ത തീ അതായി മാറണം. അതാണ് ഈദുൽ അദ്ഹ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനെ സ്നേഹിച്ചു. ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹുവാണെന്ന് തെളിയിച്ചു. ഏറ്റവും ഒടുവിലത്തെ സംശയവും അദ്ദേഹം തിരുത്തി. ചരിത്രം വായിക്കുന്ന ഏതൊരാൾക്കും തോന്നാം, ഇബ്രാഹിമിന് ഉപ്പയേക്കാൾ പ്രിയപ്പെട്ടത് അല്ലാഹുവായിരുന്നു. ഇബ്രാഹിമിന് നാടിനേക്കാൾ പ്രിയപ്പെട്ടത് അല്ലാഹുവായിരുന്നു. ഇബ്രാഹിമിന് സ്വന്തം ജീവിതത്തെക്കാൾ പ്രിയപ്പെട്ടത് അല്ലാഹുവായിരുന്നു. പക്ഷേ ഒടുവിൽ കിട്ടിയ താലോലിച്ചോമനിച്ചു വളർത്തുന്ന ആ പിഞ്ചോമന പൈതൽ, അതിനേക്കാൾ പ്രിയപ്പെട്ടത് അല്ലാഹുവാണോ? അതിനേക്കാൾ പ്രിയപ്പെട്ടത് അല്ലാഹുവാണോ എന്ന ഒരു ചോദ്യചിഹ്നം അന്ത്യനാൾ വരെ അവശേഷിക്കുമായിരുന്നു. അല്ലാഹുവിനറിയാം ഇബ്രാഹിമിന് ഇസ്മായിലിനേക്കാൾ പ്രിയപ്പെട്ടത് അല്ലാഹുവാണ്, തർക്കമില്ല. പക്ഷെ നമുക്കൊക്കെ
അത് പ്രാക്ടിക്കലായി ബോധ്യപ്പെടുത്തുകയായിരുന്നു അല്ലാഹു. പ്രാക്ടിക്കലായി ബോധ്യപ്പെടുത്തുക, വരാനിരിക്കുന്ന ജനസമൂഹങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അറിയുക, ഇസ്മായിലിനേക്കാൾ പ്രിയപ്പെട്ടത് ഇബ്രാഹിമിന് അല്ലാഹുവായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഇസ്മായിലുണ്ട്. എല്ലാവരുടെ ജീവിതത്തിൽ ഇസ്മായിലുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പേരക്കുട്ടിയാകാം, ചിലപ്പോൾ നിങ്ങളുടെ സമ്പത്താകാം. മക്കളെക്കാൾ പേരക്കുട്ടികളെക്കാൾ സമ്പത്തിനെ സ്നേഹിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ സ്ഥാനമാനങ്ങളാകാം, നിങ്ങളുടെ അധികാരങ്ങളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ദൗർബല്യമാകാം, നിങ്ങളുടെ ഇച്ഛകളാകാം. അവയെ ബലി കൊടുക്കാനുള്ള സന്നദ്ധതയാണ് ബലികർമ്മം. നമ്മുടെ കൂട്ടത്തിൽ ചിലര് ഒരു ഉരുവിനറുക്കുന്നവരുണ്ട്, ഷെയർ ചേർന്നറുക്കുന്നവരുണ്ട്. അറുക്കണം, പ്രബലമായ സുന്നത്താണ്, ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. ചില ആളുകള് ഇപ്പൊ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, പാശ്ചാത്യർക്ക് വേണ്ടി, ഇസ്ലാം വിരോധികൾക്ക് വേണ്ടി, അല്ലെങ്കിൽ സർവമത സത്യവാദത്തിന് വേണ്ടി ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും എന്ന ആയത്തിനെ ദുർവ്യാഖ്യാനിച്ച് അല്ലാഹുവിന് മാംസം വേണ്ട, അല്ലാഹുവിന് രക്തം വേണ്ട, അല്ലാഹുവിന് തഖ്വ മതി. എന്തിനാണ് നിങ്ങൾ അറുക്കുന്നത്? അവർ ഖുർആനിന്റെ അപ്പുറവും ഇപ്പുറവും പഠിച്ചിട്ടില്ല, പ്രവാചകന്റെ ഹദീസുകൾ അവർ കണ്ടിട്ടില്ല, പ്രവാചകന്റെ ജീവിതം അവർ കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ ദുർവ്യാഖ്യാനം നടത്തുകയാണ്. ബലികർമ്മം പ്രബലമായ സുന്നത്താണ്, പക്ഷെ അതിന്റെ ആത്മാവ് തഖ്വയാണ്. അതിന്റെ ആത്മാവ് എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതിനെ അല്ലാഹുവിന് ബലി കൊടുക്കും. നിങ്ങളുടെ ദൗർബല്യങ്ങൾ പ്രിയപ്പെട്ടതായി മാറും. എല്ലാം തിരുത്താം, പക്ഷെ ഞാൻ അത് തിരുത്തുകയില്ല. അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്തത്, ദീൻ വെറുക്കുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ട്, അത് തിരുത്താൻ റെഡിയല്ല. ബലി നമ്മോട് പറയുന്നത് അറുക്കൂ, അതിനെ നീ അറുത്തിട്ട് അല്ലാഹുവിന്റെ പ്രീതിക്ക് വിധേയരാവുക. ഇബ്രാഹിം മാനവരാശിയെ സ്നേഹിച്ചു, ശത്രുവിനെ സ്നേഹിച്ചു. ചരിത്രം നമുക്കറിയാം. ലൂത്ത് നബി അലൈഹി ഇസ്ലാമയുടെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി പടച്ച തമ്പുരാൻ മലായിക്കത്തുകളെ അയക്കുമ്പോ, ആ മലക്കുകൾ അതിലൂടെ കടന്നു പോകുമ്പോ, അവിടെ വിരുന്നുകാരായി വരുമ്പോ അവര് മകനെ കുറിച്ചോ ജനിക്കാനിരിക്കുന്ന പുത്രനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുമ്പോ, ഒടുവിൽ ഞങ്ങൾ പോകുന്നത് ലൂത്തിന്റെ ജനതയിലേക്കാണ്. അവരെ നശിപ്പിക്കാൻ അല്ലാഹു തആല തീരുമാനിച്ചിരിക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ല തന്നെ പറയുകയാണ്, മലായിക്കത്തുകളോട് തർക്കിക്കുകയാണ്, അല്ലാഹുവിനോട് തർക്കിക്കുകയാണ്. ഫലമ്മാ ദഹബ അൻ ഇബ്രാഹിം അർറൗ വജാഅതുഹുൽ ബുശ്റാ യുജാദിലുനാ ഫി ഖൗമി ലൂത്ത് ഇന്ന ഇബ്രാഹിമ ലഹലീമുൻ അവ്വാഉൻ മുനീബ്. സൂറത്ത് ഹൂദിൽ അല്ലാഹു പറയാണ് അതിഥികളെപ്പറ്റി, അവരുടെ വരവിനെപ്പറ്റി, ഇബ്രാഹിമിന്റെ തക്കാരത്തെപ്പറ്റി, സൽക്കാരത്തെപ്പറ്റി. എന്നിട്ട് പറയാണ്, ആ മലായിക്കത്തുകൾ കാര്യം വ്യക്തമാക്കിയപ്പോ അദ്ദേഹത്തിന്റെ എല്ലാ സന്തോഷവും പോയി. പുത്രൻ ജനിക്കുന്ന സന്തോഷ വാർത്ത കേട്ട് പൂനിലാവ് പോലെ തെളിഞ്ഞു നിന്ന മുഖത്ത് ആകെക്കൂടി ഇരുടായി. യുജാദിലുനാ ഫി ഖൗമി ലൂത്ത്. യാ അല്ലാഹ്, ലൂത്തിനെ ദ്രോഹിക്കുന്നവർ, ഇബ്രാഹിമിനെ ദ്രോഹിച്ചവർ, അവരുടെ കാര്യത്തിൽ ഇബ്രാഹിം നമ്മോട് തർക്കിക്കുകയാണ്. ആ തർക്കത്തെപ്പറ്റി ബൈബിളിൽ കാര്യമായി വരുന്നുണ്ട്. പല തർക്കങ്ങൾ. നശിപ്പിക്കല്ലേ പഠിച്ചവന്. അവരിൽ 10 ആളുണ്ടെങ്കിൽ, 5 ആളുണ്ടെങ്കിൽ, 100 ആളുണ്ടെങ്കിൽ, ഇല്ല ഇബ്രാഹിം അവരിൽ ഒരാളും ഇല്ല. അപ്പോ നമുക്ക് തോന്നും
എന്തിനാ ഇപ്പൊ രാജാവിനേക്കാൾ വലിയ രാജഭക്തി, അള്ളാഹുവിനേക്കാൾ വലിയ കാരുണ്യം ഇബ്രാഹിമിനോ? ഇബ്രാഹിമിന്റെ തർക്കമോ, ഇബ്രാഹിമിന്റെ വികാരമോ, ഇബ്രാഹിമിന്റെ സംസാരമോ ഒരിക്കലും കുതർക്കമായിരുന്നില്ല. അള്ളാഹുവിനോട് തർക്കിക്കുകയല്ല, മറിച്ച് ഇബ്രാഹിം അങ്ങനെയാണല്ലോ പറയണേ. ഇന്ന ഇബ്രാഹിം ലഹലീമുൻ അവ്വാഉൻ മുനീബ്. ആ ആയത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ 3 അവാർഡുകൾ അല്ല പറയുകയാണ്. ഇബ്രാഹിം ഏറെ പക്വമതിയാണ്. ഇബ്രാഹിം അങ്ങേയറ്റം ദയാലുവാണ്. ഇബ്രാഹിം പടച്ച നമ്പുരാനിലേക്ക് തരളിതമായി മടങ്ങുന്ന മനസ്സിന്റെ ഉടമയാണ്. അതിലപ്പുറന്തു വേണം? പ്രിയമുള്ളവരെ, നമ്മളും സ്നേഹിക്കുക, അള്ളാഹുവിനെ സ്നേഹിക്കുക, റസൂലിനെ സ്നേഹിക്കുക, ദീനിനെ സ്നേഹിക്കുക. ശാന്തപുരം മഹല്ലിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുക, ആത്മാർത്ഥമായി സ്നേഹിക്കുക, നിറഞ്ഞ ഗുണകാംക്ഷയോടുകൂടി സ്നേഹിക്കുക. എല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറം നിങ്ങൾ സ്നേഹിക്കുക. ലാ തദ്ഖുലുൽ ജന്ന ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തഹബ്ബു. നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല നിങ്ങൾ മുഅ്മിനുകളാകുന്നത് വരെ. നിങ്ങൾ മുഅ്മിനുകളാവുകയില്ല നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നതുവരെ. സ്നേഹം പ്രകടിപ്പിക്കുക, സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുക. നിങ്ങളോട് എനിക്ക് സ്നേഹമാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക. അത് വലിയ സുന്നത്താണ്. അള്ളാഹുവിന്റെ റസൂലിനോട് ഒരാൾ ചെന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ ഇന്ന ആളെ സ്നേഹിക്കുന്നുണ്ട്. റസൂലുള്ള ചോദിച്ചു, അദ്ദേഹത്തോട് നിങ്ങൾ പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. എന്നാ പോയി പറയും, എനിക്ക് നിങ്ങളോട് സ്നേഹമാണ്. നാളെ അർശിന്റെ തണലിൽ നമ്മൾ ഒത്തുകൂടേണ്ടവരാണ്. നമുക്കൊത്തുകൂടണം. ആരാണ് ഒത്തുകൂടുക? ഐനൽ മുതഹബ്ബൂൻ ബിജലാലി. എനിക്ക് വേണ്ടി സ്നേഹിച്ച, പരസ്പരം സ്നേഹിച്ചവരെവിടെ? ഉദില്ലുഹും ഫീ ളില്ലി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലി. ഞാൻ അവർക്ക് എന്റെ തണലേകും. എന്റെ തണലില്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ദിനം നമുക്കവിടെ ഒത്തുകൂടണം. ഇന്ന് നിങ്ങള് അള്ളാഹുവിന്റെ ഭവനത്തിന്റെ തണലിൽ നമ്മൾ ഒത്തുകൂടിയിരിക്കുകയാണ്. നാളെ അള്ളാഹുവിന്റെ അർശിന്റെ തണലിൽ നമുക്ക് ഒത്തുചേരണം. എന്തെങ്കിലുമൊക്കെ പകയോ, എന്തെങ്കിലുമൊക്കെ വിരോധമോ, എന്തെങ്കിലുമൊക്കെ തർക്കമോ, എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളോ, അതൊക്കെ മനുഷ്യരെന്ന നിലക്കുണ്ടാകാം. അവയൊക്കെ മാറ്റിവെച്ച് സ്നേഹിക്കുക. നമ്മളൊക്കെ പടച്ചതമ്പുരാൻ നിശ്ചയിച്ച ഒരു സമയത്ത് നമുക്കറിഞ്ഞുകൂടാ, എപ്പോഴുമാകാം യാത്രയാകേണ്ടവരാണ്. അത് മനസ്സിലാക്കി നന്നായിട്ട് സ്നേഹിക്കുക. അള്ളാഹുവോടുള്ള സ്നേഹത്തിന്റെ, റസൂലിനോടുള്ള സ്നേഹത്തിന്റെ, ദീനിനോടുള്ള സ്നേഹത്തിന്റെ അവിഭാജ്യമായ ഘടകമാണ് നമ്മൾ അന്യോന്യം സ്നേഹിക്കുക എന്നത്. ഹജ്ജിന്റെ സന്ദർഭമാണ്. അറഫയായിരുന്നു കഴിഞ്ഞുപോയത്. ആ അറഫയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രഭാഷണങ്ങളുടെ വരികൾ ഇടിമുഴക്കം പോലെ ലോകം അത് കേട്ടു. മനുഷ്യരെ, നിങ്ങളൊക്കെ ഒരേ റബ്ബിന്റെ സൃഷ്ടികളാണ്, ഒരേ മാതാപിതാക്കളുടെ മക്കളാണ്, ഏകോദര സഹോദരങ്ങളാണ്. അറബിക്ക് അനറബിയേക്കാൾ, അനറബിക്ക് അറബിയേക്കാൾ ഒരു പ്രാധാന്യവുമില്ല. ഇന്ന് ലോകത്ത് ഏറെയേറെ ആവശ്യമുള്ളത് വർണ്ണവിവേചനങ്ങൾ, വംശീയമായ വിവേചനങ്ങൾ, അതൊക്കെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇസ്ലാമിന്റെ മഹിതമായ മൂല്യത്തെ നാം ഉയർത്തിപ്പിടിക്കുക. നമ്മുടെ രാജ്യത്ത് നിങ്ങൾക്കറിയാം, വംശീയത ശക്തിപ്പെട്ടു വരികയാണ്.
ആ വംശീയതക്കെതിരിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. കഴിഞ്ഞ സർക്കാർ തന്നെ നിലവിൽ വന്നുവെങ്കിലും അവര് മ്ലാനതയോടുകൂടിയാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഞാൻ പറയുക, കഴിഞ്ഞ കാലത്തെ കാര്യങ്ങളിൽ എംബോസിഷൻ എഴുതാനുള്ള ഒരു സർക്കാരാണ് കടന്നു വന്നിട്ടുള്ളത്. ഈ നാടിന്റെ നന്മയിൽ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. നിങ്ങൾ ഓർത്തു നോക്കൂ, രാജ്യത്ത് ബാബരി മസ്ജിദ് തകർത്ത് ഇന്നിപ്പോ അതിന്റെ ബാബരി എന്ന പേര് തന്നെ മാറ്റിയിരിക്കുകയാണ്. ഗസറ്റഡിൽ അത് മാറ്റുകയാണ്. എന്നിട്ട് ഏതോ മിനാരമുള്ള ഒരു കെട്ടിടം, 2 മിനാരങ്ങളുള്ള ഒരു കെട്ടിടം എന്നാക്കി തിരുത്തുകയാണ്. ആ ബാബരി മസ്ജിദ് തകർത്ത് അവിടെ ക്ഷേത്രം പണിതത് രാമന് ഇഷ്ടമില്ല എന്ന് അവിടുത്തെ വിശ്വാസികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവര് മഹാഭൂരിപക്ഷത്തിൽ കടന്നുവരുമെന്ന് കരുതിയിടത്ത് കനത്ത തിരിച്ചടികൾ. രാജ്യത്തെ നയിക്കുന്ന നായകൻ ഓടി നടന്നു വിഷം ചീറ്റിയ 7 സ്ഥലങ്ങളിലും അവരുടെ കാൻഡിഡേറ്റ് അതിഗംഭീരമായിട്ട് പരാജയപ്പെടുകയായിരുന്നു. ഇത് ചെയ്തത് മുസ്ലിമീങ്ങൾ മാത്രമല്ല, നല്ല ഭക്തരായ ഹിന്ദു സമൂഹം തന്നെയാണ്. അതിനാൽ ആരെയും നമ്മൾ എഴുതി തള്ളരുത്. എല്ലാവരിലും പ്രതീക്ഷയുള്ളവരാണ് നമ്മൾ. തീർച്ചയായിട്ടും അത് നന്മയുടെ ഒരു അടയാളമാണ്. ആ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനം നിങ്ങൾക്കറിയാം, ഇവിടെ എല്ലാ അർത്ഥത്തിലും കറകളഞ്ഞ മതേതരവാദികളാണെന്ന് അവകാശപ്പെടുന്നവർ കഴിഞ്ഞ 5-8 വർഷമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശീയവും വിഭാഗീയവും വർഗീയവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുവഴി അധികാരത്തിലെത്താൻ മറ്റു ലക്ഷ്യങ്ങളില്ല. അധികാരം പിടിച്ചെടുക്കാൻ ഇസ്ലാമോഫോബിയ നട്ടുവളർത്തിയവർ അവരുടെ അണികളിൽ നിന്ന് തന്നെ വമ്പിച്ച ചോർച്ചകൾ. കാരണം ഞങ്ങൾക്ക് മൃദുഹിന്ദുത്വത്തെ ആവശ്യമില്ല. ഉഗ്രവിഷമുള്ളവർ തന്നെ ഉണ്ടാകുമ്പോ എന്തിനാണ് പിന്നെ ഇത്? ശരിക്കും അവരുടെ നിലപാട് ഈ പ്രാവശ്യം അത്തരം ആളുകളെ അമ്പരിപ്പിക്കുന്നതായിരുന്നു. ഒരു ഭാഗത്ത് ഇസ്ലാമോഫോബിയ നട്ടുവളർത്തുക, ഇസ്ലാം വിരുദ്ധമായതുണ്ടാക്കിയെടുക്കുക, ജയിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് കാഫിർ പ്രയോഗം അത് വെച്ചിട്ട് നടത്തിയ കാര്യങ്ങൾ, ഹീനമായ പ്രവൃത്തികൾ, അത് നാടിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ടതല്ല അത്. മറിച്ച് അതിലൂടെ വലിയ ഒരു വിഭാഗം ആളുകൾ ഇസ്ലാം ഭീതിയിൽ പെട്ടുപോകുന്നുവെങ്കിൽ ഈ കരകളഞ്ഞ മതേതരവാദികൾ അതിനുത്തരവാദികളാണ്. കേരളം ശുഭസൂചനയല്ല നൽകുന്നത്. കൈവിട്ടുപോയി എന്ന് പറഞ്ഞുകൂടാ, തിരുത്താൻ അവസരങ്ങളുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അത് തിരുത്താൻ നാം ബാധ്യസ്ഥരാണ്. ജനസമൂഹങ്ങളിലേക്ക്, എല്ലാ മനുഷ്യരിലേക്കും അയ്യുഹന്നാസ് എന്ന സന്ദേശവുമായിട്ട് നമ്മൾ ഇറങ്ങണം. പ്രിയമുള്ളവരെ, നമ്മൾ സന്തോഷത്തിലാണ്, ഈദ് ആഘോഷത്തിലാണ്. നമ്മുടെ കുഞ്ഞുമക്കൾ പുതുടുപ്പുകൾ അണിഞ്ഞിരിക്കുകയാണ്. വീട്ടിൽ നല്ല സൽക്കാരങ്ങളാണ്. അതൊക്കെ ആവാം, പക്ഷെ നമ്മൾ ആലോചിക്കണം, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഫലസ്തീൻ, ഗസ, നമ്മുടെ സഹോദരങ്ങൾ ഹമാസ്, അവര് നമുക്ക് മാതൃക കാണിക്കുകയാണ്. സഹാബികളുടെ ചരിത്രം പുനർജനിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിനെ കാണാം, അവിടെ നിങ്ങൾക്ക് ഖാലിദ് ബിൻ വലീദിനെ കാണാം, അവിടെ നിങ്ങൾക്ക് സുമയ്യ റളിയല്ലാഹു അൻഹയെ കാണാം, അവിടെ നിങ്ങൾക്ക് ഹൻസാനെ കാണാം. ചരിത്രം ആവർത്തിക്കുകയാണ്.
അത്ഭുതങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സയനിസ്റ്റ് ശക്തികളും സാമ്രാജ്യത്വ ശക്തികളും പരാജയപ്പെട്ടിരിക്കുന്നു. അവരുടെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റി, ഞങ്ങളൊക്കെ തരിപ്പണമാക്കി എന്ന് പറയുമ്പോഴാണ് ഇന്നലെ കനത്ത തിരിച്ചടി കൊടുത്തിരിക്കുന്നത്. അവർ നമുക്ക് പ്രചോദനമാണ്, അവർ നമുക്ക് അഭിമാനമാണ്, അവർ നമുക്ക് അന്തസ്സാണ്. പക്ഷേ അവരുടെ വേദനകൾ നമ്മൾ അറിയണം. അവർ പൊരുതുന്നതോ, അവർ സമരം നടത്തുന്നതോ ജന്മനാടിനാണ്. അവര് പൊരുതുന്നതോ ഇസ്ലാമിനാണ്. അവര് പൊരുതുന്നതോ മസ്ജിദുൽ അഖ്സയാണ്. ഉമ്മത്ത് മുസ്ലിമയുടെ ബാധ്യതയാണ്. അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുക പ്രാർത്ഥനക്കുത്തരം ലഭിക്കുന്ന ഈ സന്ദർഭത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക എന്നതാണ്. അവരുയർത്തിപ്പിടിക്കുന്ന സമരവീര്യം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഉയർത്തിപ്പിടിച്ച സമരവീര്യമാണ്. ഞങ്ങളുടെ ശത്രുക്കളെയല്ലാതെ, ഞങ്ങളോട് ഏറ്റുമുട്ടുന്നവരോടല്ലാതെ ഞങ്ങൾക്ക് ഏറ്റുമുട്ടലില്ല. വേറെ ആരോടും ഞങ്ങൾ അക്രമത്തിനില്ല. അത് ഇസ്ലാമിന്റെ മുദ്രാവാക്യമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സഹോദരന്മാരെ, സഹോദരികളെ, സന്തോഷങ്ങൾ പങ്കിടുക, സാഹോദര്യം ഊട്ടിയുറപ്പിക്കുക, എല്ലാ മനുഷ്യരിലേക്കും കടന്നു ചെല്ലുക. ചുറ്റുപാടുമുള്ളവർ അവർ ഇസ്ലാമിന്റെ മൂല്യങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ മനസ്സിലാക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇസ്ലാമിനെ മനസ്സിലാക്കട്ടെ. അതിനുള്ള സന്ദർഭമായി നമ്മുടെ ആഘോഷ ദിനങ്ങൾ ഉപയോഗപ്പെടുത്തുക. കാരുണ്യക്കടലായ പടച്ച തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ ലോകത്ത് പ്രയാസപ്പെടുന്നവർക്കൊക്കെയും മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഫലസ്തീനിൽ ഗസയിൽ പൊരുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ നീ സഹായിക്കണേ തമ്പുരാനെ. അവർക്ക് നീ വിജയം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, അവരിലെ ശുഹദാക്കളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. അല്ലാഹുവേ, ഈ രാജ്യത്തെ നീ നിർവഴിക്ക് നയിക്കണേ തമ്പുരാനെ. ബലദന്നാമീന, നിർഭയമായ രാജ്യമാക്കി ഞങ്ങളുടെ രാജ്യത്തെ നീ മാറ്റണേ തമ്പുരാനെ. രാജ്യത്ത് മതസൗഹാർദ്ദവും സാമുദായിക ഐക്യവും മനുഷ്യർക്കുള്ള ഇടയിലുള്ള ഒരുമയും നീ ശക്തിപ്പെടുത്തണേ തമ്പുരാനെ. ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കുടിലമായ തന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളെ നീ സത്യത്തിന്റെ പാതയിൽ ഒരുമിച്ചു നിർത്തണേ തമ്പുരാനെ. ഐക്യത്തോടുകൂടി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് നീ ദുനിയാവിൽ നല്ല റിസൾട്ടും പരലോകത്ത് മഹത്തായ പ്രതിഫലവും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവർ, ഞങ്ങൾക്ക് മുമ്പിൽ നടന്നവർ, ഞങ്ങൾക്ക് വഴികാട്ടികളായവർ, ഞങ്ങളെ നേർദിശയിൽ നയിച്ചവർ, ഞങ്ങൾക്ക് തുടക്കം കുറിച്ചവർ, എല്ലാ ദീനീ സംരംഭങ്ങളുടെയും മുമ്പിൽ നടന്നവർ, ഒരുപാട് ആളുകൾ ഈ ചുറ്റുപാടിലെ ഖബറുകളിൽ വിശ്രമിക്കുകയാണ്. നിന്റെ അടുത്താണ്. അല്ലാഹുവേ, അവരോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. അവർക്ക് ശേഷം ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. നിന്റെ പാതയിൽ ഈ ഉത്തരവാദിത്തങ്ങളെ ഭംഗിയായി നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കി തീർക്കണേ തമ്പുരാനെ. ഞങ്ങളിലെ യുവാക്കളെ നീ നിർവഴിക്ക് നയിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സഹോദരിമാർ, ഞങ്ങളുടെ മാതാക്കൾ, അല്ലാഹുവേ, അവരോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. അവരെ നീ ദീനിന്റെ മാതൃകകളാക്കി തീർക്കണേ തമ്പുരാനെ. ഇസ്ലാമിക കുടുംബങ്ങളുടെ നായികമാരായി അവരെ നീ മാറ്റണേ തമ്പുരാനെ. ഇസ്ലാമിന് നീ ഇസ്സത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. റബ്ബേ, ഞങ്ങളെ നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم ربنا آتنا في الدنيا حسنة
وفي الآخرة حسنة وقنا عذاب النار اللهم ربنا أجرنا من النار اللهم ربنا أجرنا من النار اللهم ربنا أجرنا من النار اللهم اجمعنا في جناتك النعيم اللهم اجمعنا في جنات الفردوس اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين 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 برحمتك يا أرحم الراحمين وصلى الله على خير خلقه وسلم سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.